സൺഡേയ്സും പോലെ തന്നെ ഈ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ പുറത്ത് പോയി തിരിച്ചു വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് ഭയങ്കര സൗണ്ടും പാട്ടും ബഹളവും ബഹളമൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡാക്കിയില്ല. പിന്നെ ഒരു നൈറ്റ് 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഡ്രസ്സ് വിരിച്ചിടാൻ ടെറസിൽ പോയപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നു. അപ്പോഴും പാട്ടൊന്നും നിന്നിട്ടില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ആദ്യം കുട്ടാട്ടനും കൂടെ 10:30 ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു ടേണ് തിരികെ വേണ്ടുമായിരുന്നു. അവിടെ വലിയ പ്രോഗ്രാം, വിവേകാനന്ദ വെൽഫെയർ അസോസിയേഷൻ്റെ പ്രോഗ്രാമായിരുന്നു. ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. നൈറ്റ് 10:30-11 മണിയാണെന്ന് പറയേയില്ല. അപ്പോൾ അവിടെ ആളും മേളവും പാട്ടൊക്കെ കണ്ടപ്പോൾ ആ ദിവസമാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലാപ്പൊക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അവൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പരിപാടി, അടിപൊളി കോർഡിനേഷനും കാര്യങ്ങളൊക്കെ. രണ്ട് സൈഡിലും ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. ഈ അപ്പുറത്തെ റോഡിൻ്റെ സൈഡിലും ഉണ്ട്, ഈ സൈഡിൽ ഈ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്തും ഉണ്ട്. ഇവിടെയുള്ളവർക്ക് കാണാൻ വേണ്ടി അവർ പ്രത്യേക സ്ക്രീനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വലിയൊരു അവാർഡ് നൈറ്റ് പ്രോഗ്രാമൊക്കെ പോലെ. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ അത് ആങ്കർ ചെയ്യുന്ന ആളെക്കുറിച്ച് പറയാനേ വാക്കുകളില്ല, അത്രക്കും അടിപൊളിയായിട്ട് അങ്ങനെ ആ പ്രോഗ്രാമും ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് പ്രോഗ്രാമിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് ആ ഡാൻസ് പഠിപ്പിച്ച ആളെ, കൊറിയോഗ്രാഫർ, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച ആളെയൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് അവരെ എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യും. അതുപോലെ അവർക്ക് ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. പിന്നെ എന്താ പറയുക, അവരൊരു പ്രൈസൊക്കെ കൊടുക്കുന്നത് തന്നെ എന്ന് വെച്ചാൽ ഒരു സമ്മാനം തന്നെ, ഒരു ഫ്ലാസ്ക്, അതല്ലാണ്ട് ഫസ്റ്റും സെക്കൻഡൊക്കെ വലിയ ബോക്സിലൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൂടിപ്പോയ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്, അത്രയൊക്കെയല്ലേ. അപ്പോൾ ഇവിടുത്തെ അവർ പ്രോഗ്രാം നടത്തുന്ന രീതിയൊക്കെ അടിപൊളിയാണ്. പിന്നെ ആംബിയൻസും കാര്യങ്ങളൊന്നും പറയാനില്ല. ഇതൊരു അസോസിയേഷൻ്റെ ചെറിയ പ്രോഗ്രാമൊന്നും പറയില്ല. നമ്മുടെ നാട്ടിലൊരു ഉത്സവത്തിനൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ വലിയൊരു പ്രോഗ്രാമും കാര്യങ്ങളും, സൗണ്ട് ബോക്സ് ആയിക്കോട്ടെ, അല്ലാത്ത എല്ലാ കാര്യങ്ങളും. പിന്നെ ആ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടവരൊക്കെ വളണ്ടിയേഴ്സും അതുപോലെ തന്നെ ഒരു ഇവൻറ്റ് പോലെ ഫുൾ പാക്കേജ് ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവർ തന്നെ കൊറിയോഗ്രാഫി ചെയ്യുന്നതും സൗണ്ടും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നൈറ്റാണ്, ലേറ്റായി. അപ്പോൾ ആ ദിവസം കുറച്ച് സമയം കഴിഞ്ഞിട്ട് കരഞ്ഞപ്പോൾ നമ്മൾ വേഗം ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. എന്നാലും മാക്സിമം ഞങ്ങൾ വിചാരിച്ചു കുറച്ചും കൂടി നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പരിപാടി കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു പ്രോഗ്രാമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് പരിപാടി നടത്തുന്നുണ്ടെന്ന് ഇവരെ കണ്ട് വേണം പഠിക്കാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ച് റൂമിലേക്ക് പോന്നു. രാത്രിയായ മഞ്ഞൊക്കെ ആയതുകൊണ്ട് അധിക സമയം ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.